إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സൂക്ഷിച്ചു തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും ആജ്ഞകളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുന്ന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അതെല്ലാം വളരെ വലുതാണ് എന്ന് ചിന്തിച്ച് ആകുലപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും വന്നു ഭവിച്ച പ്രയാസം അത് നിസ്സാരമാണ്, ചെറുതാണ് എന്ന തോന്നലുണ്ടാകാൻ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാർഗം ഹദീസിൽ കാണാം. അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ അസാബ അഹദുക്കും മുസീബത്തുൻ ഫല്യദ്കുർ മുസീബതഹു ബി. നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല പ്രയാസം ബാധിച്ചാൽ എനിക്കുണ്ടായ പ്രയാസത്തെ അവർ ഓർക്കട്ടെ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്ന പ്രയാസത്തെ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും വരുന്ന പ്രയാസങ്ങളെ ചെറുതായി കാണാൻ നമുക്ക് സാധിക്കും. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഫഇന്നഹാ മിൻ അഅ്ളമിൽ മുസീബ. നിശ്ചയമായും അത് ഏറ്റവും വലിയ വിപത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്ന പ്രയാസം, വിപത്ത്, അതാണ് ഏറ്റവും വലിയ വിപത്ത്. സ്വന്തം ജീവനേക്കാൾ പ്രിയങ്കരനായ നബിയുടെ പ്രയാസമാണ് വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും വലുതാവേണ്ടത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ് അദ്ദേഹത്തിന് വന്ന ഏറ്റവും വലിയ പ്രയാസം, ഏറ്റവും വലിയ വിപത്ത്. റസൂലിന്റെ മരണത്തെക്കാൾ സ്വഹാബികൾ അങ്ങേയറ്റം വിഷമിച്ച മറ്റൊരു കാര്യവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് പ്രവാചകന്റെ മരണം നടന്ന ആ ദിവസത്തിൽ, പ്രവാചകനുണ്ടായ ആ വിപത്തിൽ സ്വഹാബികൾക്കുണ്ടായ അസ്വസ്ഥതകൾ ഹദീസുകളുടെ ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വാർത്ത അറിഞ്ഞപ്പോ, മരണ വാർത്ത അറിഞ്ഞപ്പോ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ നിയന്ത്രണം വിട്ടുപോയി എന്നാണ്. ഒരു ഭ്രാന്തനെ പോലെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല, പ്രവാചകൻ മരണപ്പെട്ടിട്ടില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി അല്ലാഹുവിലേക്ക് പോയതുപോലെ അല്ലാഹുവിലേക്ക് പോയതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ സമയം ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വിയോഗ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭ്രാന്തനെ പോലെ പ്രവാചകൻ മരിച്ചിട്ടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുകയില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം കേൾക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ള ആളായിരുന്നു. അദ്ദേഹം വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുത്തു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. തീർച്ചയായും താങ്കൾ മരിക്കും, അല്ലാഹുവിന്റെ റസൂൽ മരിക്കുമെന്ന ആയത്ത് ഓതി കേൾപ്പിച്ചപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് വിവേകം തിരിച്ചു കിട്ടിയത് എന്നാണ്. അങ്ങനെ ആ അവസ്ഥയിലായിപ്പോയ പല സ്വഹാബത്തിന്റെയും ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ അവിടുന്ന് കാണാം, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഖാല ലമാ ഖാലത് ഫാത്തിമതു ദാലിക് യഗ്നി ലമ്മാ വജദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖർബിൽ മൗതി മാ വജദ വഖാലത് ഫാത്തിമതു വഖർബാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണവേദന വന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, എന്റെ പിതാവിന് എന്തൊരു വേദനയാണ്, എന്റെ ഉപ്പാക്ക്, എന്റെ വാപ്പാക്ക് എന്തൊരു കഠിനമായ പ്രയാസമാണ്, വേദനയാണ് അനുഭവിക്കുന്നത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിക്കുകയുണ്ടായി, മോളെ, ഉപ്പാക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ വേദനകളില്ല, പിന്നെ പ്രയാസങ്ങളില്ല,
പിന്നെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസിലാണ് എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിക്കുകയുണ്ടായി. ആ പ്രവാചകന്റെ വിയോഗത്തിൽ, ആ പ്രവാചകന്റെ മരണവാർത്തയിൽ അവരും ആ സ്വഹാബത്തും പ്രവാചകന്റെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കൂടെയുള്ളവരും ദുഃഖഭാരത്താൽ അവരോരോരുത്തരും കണ്ണീർ വാർത്തു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മദീന മുഴുവനും കരഞ്ഞ സന്ദർഭമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അനസ് റളിയല്ലാഹു അൻഹു വദകറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഷഹിദ്തുഹു യൗമ ദഖല അൽ മദീന, മദീനയിലേക്ക് പ്രവേശിച്ച അന്ന് ഞാൻ സാക്ഷിയായിരുന്നു. എന്താണ് സാക്ഷിയായത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയി മദീനയിലേക്ക് എത്തിയപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ മദീനയിൽ എത്തിയത് ഞാൻ സാക്ഷിയാണ്. പ്രവാചകൻ മദീനയിലേക്ക് കടന്നപ്പോൾ ഫമാ റഅയ്തു യൗമൻ ഖത്തു കാന അഹ്സന വലാ അദ്വാഅ മിൻ യൗമി ദഖല അലൈനാ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിനേക്കാൾ നല്ലതും പ്രശോഭിതവുമായ മറ്റൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. അതിനേക്കാൾ ആനന്ദകരമായ, അതിനേക്കാൾ നല്ലൊരു ദിവസം മദീനയെ ഞാൻ കണ്ടിട്ടില്ല എന്ന അത്രയും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വന്നപ്പോൾ ആ സ്വഹാബികൾക്ക് മുഴുവൻ ഉണ്ടായിരുന്നത്. വശഹിദ്തുഹു യൗമ മൗതിഹി ഫമാ റഅയ്തു യൗമൻ കാന അഖ്ബഹ വലാ അദ്ലമ മിൻ യൗമി മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അദ്ദേഹം പറയുകയാണ്, ഞാൻ കണ്ടിട്ടില്ല, നബിയുടെ മരണത്തിന്റെ അന്നും ഞാൻ സാക്ഷിയായിരുന്നു. അതിനേക്കാൾ മോശവും ഇരുട്ട് നിറഞ്ഞതുമായ മറ്റൊരു ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ്. അങ്ങനെ പ്രയാസപ്പെട്ട, അങ്ങനെ ഇരുട്ടിലാണ്ടുപോയ, വേദനകൾ നിറഞ്ഞ ദിവസമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്നത്. ഇത് സ്വഹാബികളെ ഏറെ വേദനിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടന്നത് റബീഉൽ അവ്വൽ മാസത്തിലെ ഒരു തിങ്കളാഴ്ച ദിവസമാണ്. തീയതികളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായം എന്ന് തോന്നുന്ന ഒരു ഭാഗം പണ്ഡിതന്മാരും പറഞ്ഞ അഭിപ്രായം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് പ്രവാചകന്റെ മരണം നടന്നത്. ആ മാസം അവർക്ക് നൽകിയത് സമാനതയില്ലാത്ത സങ്കടമാണ് എന്ന് ഹിജ്റ കലണ്ടർ തുടങ്ങുന്നത് റബീഉൽ അവ്വൽ മാസത്തിനെ അടിസ്ഥാനമാക്കിയ ഹിജ്റ മാസത്തെ കണക്കാക്കാമെന്ന ചർച്ച വന്നപ്പോൾ സ്വഹാബികൾ പലരും എതിർക്കാനുണ്ടായ കാരണം ആ മാസം, ആ ദിവസം അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു ദിവസമായതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ഈ ദിവസത്തിലും മാസത്തിലും നമ്മുടെ സമൂഹത്തിൽ ആഘോഷങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത രൂപത്തിൽ നബിദിനാഘോഷം നടത്തുന്നവർ നബിയുടെ മരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ നൽകിയ വസിയത്ത് പോലും വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തത് ദീനിൽ ചെയ്യുന്നത് ഗുരുതരമായ പാതകമാണ്. അങ്ങനെ ചെയ്യരുത് എന്നും പ്രവാചക പാത മുറുകെ പിടിക്കണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവേളയിൽ പോലും, അല്ലെങ്കിൽ അവസാനത്തെ ദിവസങ്ങളിൽ പോലും അവിടുന്ന് നൽകിയ വസിയത്താണ്. അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു മൻ അയിഷ് മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകളിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം, ധാരാളം ഭിന്നതകൾ ഉണ്ടാകും. അങ്ങനെ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു തന്നു. ഫഅലൈക്കും ബിസുന്നതി
വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയീൻ അർ-റാഷിദീൻ. അങ്ങനെ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്റെയും എന്റെ സച്ചരിതരായ എന്റെ പിൻഗാമികളുടെയും ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. ഖുലഫാഉർ റാഷിദീങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. സ്വഹാബത്തിന്റെ ചര്യ മുറുകെ പിടിക്കണം. അങ്ങനെ ആ ചര്യ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഭിന്നരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ സത്യത്തിന്റെ പാതയിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്നാണ്. എന്നിട്ട് പറഞ്ഞു, എങ്ങനെ ഏത് നിലക്ക് നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം? നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കണമെന്നാണ്. അങ്ങനെ നിങ്ങൾ ആ സുന്നത്തിനെ നിങ്ങൾ സംരക്ഷിക്കണം. മതത്തിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പുതുതായി മതത്തിന്റെ പേരിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ അത് നല്ലതല്ലേ, പുണ്യം കിട്ടുന്നതല്ലേ എന്ന് പറയുന്ന അല്ലാഹു റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ. അങ്ങനെയുള്ള പുതുനിർമ്മിതങ്ങളായ കാര്യങ്ങൾ പുത്തനാചാരങ്ങളാണ്. വകുല്ല ബിദ്അത്തിൻ ദലാല. അങ്ങനെ പുതുതായി ഉണ്ടാക്കിയ പുത്തനാചാരങ്ങൾ മുഴുവനും അത് ദലാലത്താണ്. വകുല്ല ദലാലത്തിൻ ഫിന്നാർ. അത് മുഴുവനും വഴികേടുകൾ മുഴുവനും നരകത്തിലാണ് എന്നാണ്. എന്നാൽ നബിദിനാഘോഷമടക്കം റസൂലോ സഹാബത്തോ ചെയ്യാത്ത ധാരാളം പുത്തൻ ആചാരങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടുകയും അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഇന്നത്തെ ദിവസം അത്തരം നബിദിനാഘോഷങ്ങളുമായി നടക്കുന്ന ആളുകൾ, അത്തരം പ്രവർത്തനങ്ങളുമായി നടക്കുന്ന അത്തരം ആചാരങ്ങളുമായി കൊണ്ടാടുന്ന ആളുകൾ അവരുടെ പള്ളിയിൽ ഇന്നത്തെ ദിവസം ജുമുഅക്ക് വായിക്കപ്പെടുന്ന നബാത്തി ഖുത്ബയിൽ പോലും നബിദിനാഘോഷത്തെ കുറിച്ച് ഒരു സൂചന പോലുമില്ല. അറബി അറിയാത്തത് കൊണ്ടാണ്. അറബി അറിയുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് മനസ്സിലാകും. റബീഉൽ അവ്വൽ മാസത്തിലെ 2 ഖുത്ബകളിലും വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സമസ്ത പള്ളികളിൽ പോയി നോക്കിയാൽ അവരുടെ ഖുത്ബയുടെ അവർ വായിക്കുന്ന ഏടിൽ നബാത്തി ഖുത്ബയുടെ ഏട് ഒന്ന് വായിച്ച് മലയാളത്തിൽ അർത്ഥം പറയാൻ ആ പള്ളികളിൽ ഓതുന്ന ഖതീബുമാരോടൊന്ന് പറഞ്ഞാൽ അതിലെവിടെയും നബിദിനത്തിനെ കുറിച്ച്, ജന്മദിനത്തെ കുറിച്ച് എവിടെയും കാണാൻ പറ്റുകയില്ല. എന്നാൽ നബിയുടെ വഫാത്തിനെ കുറിച്ചാണ് അവിടുത്തെ ഖുത്ബയിൽ പറയുന്നത്. ഓരോ റബീഉൽ അവ്വൽ മാസവും വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖത്തിൽ, മരണത്തിൽ ദുഃഖാചരണം നടത്തുന്നതോ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജന്മദിനത്തിൽ ആഘോഷം നടത്തുന്നതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പഠിപ്പിക്കാത്ത മാർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം ഓർമ്മപ്പെടുത്തുന്ന ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് പ്രവാചകനോട് സ്നേഹവും പ്രവാചകന്റെ മരണത്തിൽ ദുഃഖവും ഉണ്ടാകുന്ന നമ്മൾ ആ പ്രവാചകന്റെ സുന്നത്തുകൾ കൂടുതൽ മുറുകെ പിടിച്ച് നബിയോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അതിനുള്ള ശ്രമം നമ്മളിൽ ഉണ്ടാകണം. ആ ഒരു ദൃഢമായ നിശ്ചയമായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. അതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം എന്നത്. അല്ലാഹു അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ബിദ്അത്തിൽ നിന്ന്, പുത്തനാചാരങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين
وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ ഉപദേശങ്ങളായി പറഞ്ഞ കാര്യങ്ങളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതായി കാണാം. അവിടുന്ന് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വീടിന്റെ കർട്ടൻ, ആ വിരി മാറ്റിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി. ആ സമയം ജനങ്ങൾ, സ്വഹാബികൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ അണിയണിയായി നിൽക്കുകയാണ് നമസ്കാരത്തിന് വേണ്ടി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ ജനങ്ങളെ, പ്രവാചകത്വത്തിന്റെ സന്തോഷവാർത്തയിൽ, ആ സന്തോഷവാർത്തയിൽ നിന്ന് സ്വാലിഹായ സ്വപ്നമല്ലാതെ അവശേഷിക്കുന്നില്ല. അത് മുസ്ലിം കാണുകയും അഥവാ മുസ്ലിങ്ങൾക്ക് കാണിക്കപ്പെടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇനി വഹി ഇറങ്ങാനില്ല, വഹി അവസാനിച്ചു പോയിട്ടുണ്ട്. തീർച്ചയായും സുജൂദിലോ റുകൂഇലോ ഖുർആൻ പാരായണം ചെയ്യുന്നത് എനിക്ക് വിരോധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ റുകൂഇൽ നിങ്ങൾ ഉന്നതനും പ്രതാപനുമായ അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ വാഴ്ത്തുകയും സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥനക്കായി നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുക. സുജൂദിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്നാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശയ്യയിൽ കിടക്കവേ സ്വഹാബികളോട് അല്ലാഹു റസൂൽ പറഞ്ഞതാണ്. റുകൂഇൽ നിങ്ങൾ അല്ലാഹുവിനെ വാഴ്ത്തുകയും സുജൂദിൽ കിടക്കുമ്പോൾ ധാരാളമായി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമെന്നതാണ്. അതുപോലെ വഫാത്തിന്റെ ഒരു ദിവസം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമസ്കാരത്തെ സംബന്ധിച്ച് പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയും അതോടൊപ്പം അല്ലാഹുവിന്റെ അടിമകളുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തന്റെ കീഴിലുള്ള എല്ലാ അടിമകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിക്കുകയുണ്ടായി. അതുപോലെ പ്രവാചകന്റെ കൈവശമുണ്ടായിരുന്ന 7 ദീനാർ സ്വർണ്ണ നാണയം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മം ചെയ്യുന്നതിന് വേണ്ടി, അത് അനുചരന്മാർക്ക് വേണ്ടി അത് കൈമാറുകയുണ്ടായി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മരണത്തിന്റെ വേളയിൽ അവസാനമായി പ്രവാചകന്റെ പുഞ്ചിരി പോലും ഹദീസുകളിൽ കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിയുടെ കൂടെ, പ്രവാചകന്റെ കൂടെ കഴിയുകയും പ്രവാചകന് വേണ്ടി ധാരാളമായി സേവനം ചെയ്യുകയും ചെയ്ത മഹാനായിരുന്നു അദ്ദേഹം. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ജനങ്ങളെയും കൊണ്ട് നമസ്കരിച്ചിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട തിങ്കളാഴ്ച ദിവസം സഹാബികൾ സുഹ്ബി നമസ്കാരത്തിന് വേണ്ടി അണിയായി നിൽക്കുകയാണ്. ആ സമയം അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകന്റെ റൂമിന്റെ വിരി നീക്കുകയും ജനങ്ങളിലേക്ക് നോക്കുകയും ഉണ്ടായി. എന്നിട്ട് അവരോട് പുഞ്ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സന്തോഷത്താൽ അവർ ഞങ്ങളുടെ നമസ്കാരത്തിൽ കുഴപ്പമുണ്ടാകുമോ എന്ന് പോലും ഞങ്ങൾ വിചാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് വരികയാണ് എന്ന് ഞങ്ങൾ കരുതുകയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കണ്ടപ്പോൾ ഇമാമത്ത് നിൽക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് പിന്നിലെ സൊഫിലേക്ക് മാറി നിന്നു. പക്ഷേ ഞങ്ങളോട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം പൂർത്തിയാക്കൂ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയും വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരി മറക്കുകയും ചെയ്തു. അന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് എന്നാണ്. ആ പ്രവാചകന്റെ അന്ത്യനിമിഷങ്ങൾ സഹാബത്തിനൊരിക്കലും താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു എന്ന് ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മരണത്തിന് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്ന് ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു: അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി, അല്ലാഹുവേ എനിക്ക് നീ പൊറുത്തു തരണമേ, എന്നോട് നീ കരുണ കാണിക്കണമേ. അതോടൊപ്പം കൂട്ടുകാരോടൊപ്പം നീ എന്നെ ചേർക്കണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി എന്നാണ്. മാത്രമല്ല വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇഹലോകത്തിലെ അവസാനത്തെയും പരലോകത്തിലെ ആദ്യത്തേതുമായ ദിവസത്തിൽ എന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഉമ്മിനീരുകൾ അള്ളാഹു ഒരുമിച്ച് കൂട്ടി എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരണവേളയിൽ സ്വഹാബികൾ കൂടി നിൽക്കുന്ന വേളയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന അറാഖിന്റെ കൊള്ളി പ്രവാചകൻ കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആംഗ്യം കാണിച്ചു, എനിക്ക് ഒന്ന് പല്ല് തേച്ച് തരണം. ആയിഷ റളിയല്ലാഹു അൻഹ ആ അറാഖിന്റെ കൊള്ളി വാങ്ങുകയും അത് കടിച്ച് ചവച്ച് ബ്രഷിന്റെ രൂപത്തിലാക്കുകയും ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ലുകൾ ആയിഷ റളിയല്ലാഹു അൻഹ തേച്ചു കൊടുത്തു എന്നാണ്. മാത്രമല്ല നബി മരണപ്പെട്ട ദിവസം ആ മരണവാർത്ത അറിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു സഹിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വഫാത്ത് ആയപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളിൽ പ്രസംഗിക്കുവാനായി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് പറയുന്ന ഒരാളെയും ഞാൻ കേൾക്കില്ല. തീർച്ചയായും മുഹമ്മദ് മരണപ്പെടുകയില്ല. പക്ഷേ എന്റെ രക്ഷിതാവിന്റെ തണലിലേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയ പോലെ അവിടുന്ന് പോയതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല സഹോദരങ്ങളെ, ആ ദിവസം പ്രവാചകന്റെ ആ അന്നത്തെ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് ഉമ്മു ഐമനിന്റെ അടുക്കലേക്ക് ഒന്ന് പോകണം, അവരെ ഒന്ന് സന്ദർശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സന്ദർശിച്ച പോലെ നമുക്കും ഒന്ന് സന്ദർശിക്കാം എന്ന് അവർ പറയുകയും ഉമ്മു ഐമനെ സന്ദർശിക്കാൻ അവിടെ എത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ട ഉമ്മു ഐമൻ കരയുകയുണ്ടായി. നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് അവരോട് ചോദിച്ചപ്പോൾ, അള്ളാഹുവിന്റെ അടുക്കലുള്ളതല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും നല്ലത്. പ്രവാചകന്റെ വിയോഗം മനസ്സിൽ വന്നിട്ടാണ് ഉമ്മു ഐമൻ കരഞ്ഞത് എന്ന് അവർ വിചാരിക്കുകയുണ്ടായി. അങ്ങനെ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഖൈർ, ഏറ്റവും ഉത്തമം അത് അള്ളാഹുവിന്റെ അടുക്കലുള്ളതല്ലേ എന്നവർ ഉമ്മു ഐമനോട് പറയുകയുണ്ടായി. ഉമ്മു ഐമൻ പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും നല്ലതെന്ന് അറിയാത്തത് കൊണ്ടല്ല ഞാൻ കരഞ്ഞത്, മറിച്ച് ആകാശത്തു നിന്നുള്ള വഹ്യ് നിലച്ചു പോയല്ലോ എന്ന ആ ചിന്തയാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് ഉമ്മു ഐമൻ പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അവർ രണ്ടുപേരും വികാരഭരിതരായി അവരും കരയാൻ തുടങ്ങി എന്നാണ്. പ്രവാചകന്റെ വിയോഗത്തോടുകൂടി ആകാശലോകത്തു നിന്നുള്ള വഹ്യ് നിലച്ചുപോയി എന്ന ആ ഒരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുകയുണ്ടായി. അതാണ് ഏറ്റവും വലിയ നഷ്ടം, മുസ്ലിം ഉമ്മത്തിനുണ്ടായ ഏറ്റവും വലിയ വിപത്തി എന്നത് പ്രവാചകന്റെ വിയോഗമാണ്. ആ വിയോഗത്തിൽ സഹോദരങ്ങളെ, അത് റബീഉൽ അവ്വൽ മാസത്തിലെ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസമാണ് അത് നടന്നത്.
ആ ദിവസം ഒരു മുസ്ലിമിന് സന്തോഷിക്കാൻ, ഒരു മുസ്ലിമിന് ആഘോഷിക്കാൻ, ഒരു മുസ്ലിമിന് പാട്ടുപാടാൻ, ഒരു മുസ്ലിമിന് ജാഥ നടത്താൻ, പ്രകടനം നടത്താൻ, പായസം കുടിക്കാൻ, മിഠായി തിന്നാൻ എങ്ങനെയാണ് സാധിക്കുന്നത് സഹോദരങ്ങളെ? വേദനിച്ച മുസ്ലിം ലോകം ഒന്നടങ്കം വേദനിച്ച, മദീന ഒന്നടങ്കം തേങ്ങിക്കരഞ്ഞ ആ ദിവസത്തിൽ ആനന്ദിക്കാൻ ഒരു മുസ്ലിമിനും സാധിക്കുകയില്ല. പിശാചിന്റെയും ശൈത്താനിന്റെയും ഇബ്ലീസിന്റെയും കൂട്ടുകാർക്കല്ലാതെ അതിന് സാധിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് ഹക്കിനെ ഹക്കായി ഉൾക്കൊണ്ട് വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞ് സുന്നത്ത് മനസ്സിലാക്കി യഥാർത്ഥ ദീനിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ദീൻ മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കണം. അങ്ങനെ പ്രവാചകനെ സ്നേഹിച്ച് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, എല്ലാത്തരം അനാചാരങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ശിർക്കിൽ നിന്നും ഖുറാഫാത്തുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവേ, സുന്നത്തിന്റെ വാഹകരായി സുന്നത്ത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ശിഫ നൽകണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളിലും ക്ഷമിക്കാനും ആ ക്ഷമയിൽ പ്രതിഫലം കണ്ടെത്തുന്നവരുടെ കൂട്ടത്തിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും വേദനകൾക്കും ബുദ്ധിമുട്ടുകൾക്കുമെല്ലാം ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും മായ്ച്ചു കളഞ്ഞ് സ്വർഗം പ്രദാനം ചെയ്യണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.